എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നല്ലൊരു ദിവസമാണ്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി വിഷു. അപ്പം വിഷു ആയതുകൊണ്ട് നമ്മൾ കനിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി. അപ്പൊ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മളെല്ലാം സെറ്റ് ചെയ്തൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു. നമുക്ക് ചെറുതായിട്ടോ വലുതായിട്ടൊന്നുമല്ല, നമ്മളൊക്കെ ഉണ്ടാവുന്നത് കുഞ്ഞായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞൊരു സദ്യ എന്ന് പറയാൻ പറ്റൂല, എങ്കിലും കുറച്ച് കറികൾ ഞങ്ങൾ ഇലയിൽ കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് പായസമൊക്കെ വെച്ച് ഞങ്ങൾ ഇലയിൽ തന്നെ അതെ. അപ്പൊ കുഞ്ഞു വീഡിയോ ആണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങളുടെ ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ആശ്രാമം അമ്പലത്തിൽ ഉത്സവം നടക്കുവാണ്. അപ്പം ഇന്നലെ അതിന്റെ തിരുവാഭരണ ഘോഷയാത്രയായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇന്നലെ ആശ്രാമത്ത് പോയി അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നു. അത് മാത്രമല്ല, നാളെ രാവിലെയാണെന്ന് തോന്നുന്നു, ഏകദേശം 9 മണിയാകുമ്പോഴത്തേക്ക് ഒരു മിനി പൂരം ഉണ്ട്. നമ്മുടെ പൂരം നടക്കുന്ന ഗ്രൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ മിനി പൂരം നടക്കുന്നത് നമ്മുടെ അമ്പലത്തിൽ, ആശ്രാമം അമ്പലത്തിൽ വെച്ചാണ്. അതെ. അപ്പം അതിന്റെ ഒക്കെ നമുക്ക് കവർ ചെയ്ത് ഇടാം. എങ്കിലും ഞാൻ ഒരു കാര്യം അതിനകത്ത് മിസ് ചെയ്ത് അത് ആദ്യം തന്നെ ഞാനങ്ങ് പറഞ്ഞുതരാം. നമ്മുടെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് 2 സൈഡിലായിട്ട് നിന്നിട്ടാണ് ഈ പൂരം നടത്തുന്നത്. അതായത് ഒരു സൈഡ് നമ്മുടെ തൃശ്ശൂർ പൂരം പോലെ തന്നെ ഒരു സൈഡ് എന്ന് പറയുന്നത് താമരക്കുളം അമ്പലമാണെങ്കിൽ മറു സൈഡ് പുതിയ അമ്പലം. അപ്പൊ 2 സൈഡിലായിട്ട് നിന്നാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. സെയിം ഇതൊക്കെ തന്നെയാണ്, നല്ല രസം. അപ്പൊ അതിന്റെ നമുക്ക് കുറച്ചൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എടുക്കാം. എന്തായാലും പൂരം നമ്മൾ മിസ് ചെയ്യാതെ പോകുന്ന ഒരു സംഭവമാണ്. എന്തായാലും നമുക്ക് പോവാം. അപ്പൊ ഇത് ഇങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങൾ, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അങ്ങനെ വിഷുവിൻ്റെ സദ്യ കഴിക്കാനായിട്ട് റെഡി ആയിരിക്കുമോ. വിളമ്പിയിട്ടില്ല, വിളമ്പാൻ പോവുക. ഞാൻ വിളമ്പിത്തരാം. ഓക്കെ. ഇഞ്ചി വിളമ്പി, ഇഞ്ചി. അടുത്തത് അവിയൽ കുറച്ചും കൂടി ആകാം. മതി. അതെ, അമ്മയും അച്ഛനും കൂടെ എല്ലാം ഉണ്ടാക്കി, അതുകൊണ്ടാണ് ഞാൻ വിളമ്പത്. അതെ, അതുകൊണ്ട് വിളമ്പലേറ്റെടുത്തു. ഒരുപാട് ഐറ്റമൊന്നും ഇല്ല, കുറച്ച് ഐറ്റം മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ഒരു തോരൻ. ചോറ് വിളമ്പാൻ പോകും. അങ്ങനെ ചോറ് വിളമ്പി. അങ്ങനെ ചോറ് വിളമ്പി. കുറച്ച് കറി മാത്രമേ ഉള്ളൂ. നമ്മളധികം കറിയൊന്നുമില്ല. പരിപ്പ്, നെയ്യ്. ഓക്കെ. അങ്ങനെ നെയ്യ് വിട്ട്. ഇന്നലെ പഴം മേടിക്കാൻ പോയപ്പോൾ അവരെന്നെ പറ്റിച്ചു. ഇന്ന് പഴുക്കൂന്ന് പറഞ്ഞ് തന്നതാ, പക്ഷെ പഴുത്തില്ല. തൽക്കാലം അവരുണ്ട്. പപ്പടം, അതും വലിയ പപ്പടം, മുട്ട പപ്പടം. ഗുരുവായൂർ പപ്പടം. ഈ തവണ വെറൈറ്റിക്ക് കുഞ്ഞി പപ്പടം. അയാൾക്കൊരു 4 പപ്പടം വെച്ചെങ്കിലും ഏറ്റവും കുറഞ്ഞു വേണം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവരും വിഷു സദ്യയൊക്കെ കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും കഴിക്കുകയാണ്. ഞങ്ങൾക്ക് കുറച്ച് കറി മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞു പപ്പടം ശരിയുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പം ഞാനും കഴിക്കാൻ പോവുക. കുട്ടിപ്പപ്പടം. കുഞ്ഞതായോണ്ട് എനിക്ക് തോന്നുന്നു 4 എണ്ണമെങ്കിലും വേണം. ഞങ്ങൾ ഇഞ്ചിക്കറി, അവിയൽ, തോരൻ.
പിന്നെ പായസമുണ്ട്. പരിപ്പും പപ്പടം, വെർമസിൽ പായസം. പക്ഷെ പഴം പഴുത്തില്ല. അത് പറ്റിച്ചു. നാരങ്ങ അച്ചാറുണ്ട്, അത് വേണോ? വേണ്ട, നമ്മൾ വെറുതെ എന്തായാലും ഞാൻ കഴിക്കത്തില്ല. അപ്പൊ വെറുതെ ഇതിനകത്ത് വെച്ചിട്ട് നമുക്കത് കളയണ്ടല്ലോ. പാനിപൂരി കഴിക്കാൻ പോകുന്നു. ഞാൻ പായസം കഴിക്കാൻ പോവാ. ഞാൻ വിചാരിച്ചു പാനിപ്പൂരി പോലെ പായസം ഒന്ന് കഴിച്ചു നോക്കാം. നല്ല രസമുണ്ട്. ഇതിനകത്ത് എന്തായാലും ഒന്ന് വെച്ച് കഴിച്ചു നോക്കാം. അതിനകത്തിന് പായസം ഒഴിച്ചിട്ട് കഴിക്കുന്നു. ഒന്ന് വെറൈറ്റി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അയ്യോ, എന്റെ പപ്പടം തീർന്നു. കൊള്ളാലോ. എങ്കിൽ പിന്നെ മൊത്തത്തിൽ ഹോളിടാതെ മറ്റേ പാനിപൂരിക്ക് ചെയ്യുന്ന കണക്ക് മുകളിൽ മാത്രം ഇട്ടിട്ട് പായസം ഒഴിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാ. അല്ല, അങ്ങനെ ചെയ്ത് നോക്കാൻ ഞാൻ എന്തായിരുന്നു പറയണോ. ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് പായസം പൂരി. അടിപൊളി ടേസ്റ്റ് കേട്ടോ, സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ടു. വേണോ ഞാൻ ഒരെണ്ണം തരാം, കഴിച്ചു നോക്ക്. ഞാൻ ഒരു ചോറ് ഞാൻ ഒരെണ്ണം മാറ്റി വെച്ചേക്കാം, കഴിച്ചു നോക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ചോറ് കഴിഞ്ഞിട്ട് മേടിക്കാം. അടിപൊളി ടേസ്റ്റ് കേട്ടോ, വെറൈറ്റി. അപ്പൊ ഞാൻ ചെയ്ത പോലെ കയ്യിലെടുത്ത് വിടി, പപ്പടം കയ്യിലെടുത്ത് വിടി. എന്നിട്ട് അതിനകത്തോട്ട് ഒഴിക്ക്. പയ്യെ ഒഴിച്ചോട്, പൊട്ടിപ്പോരുത്. ഒഴിച്ചാ നിറച്ച വെച്ചായിരുന്നു. മതിയോ? എന്നിട്ട് മൊത്തത്തിൽ വാലിട്ടിട്ടത് കഴിച്ചു നോക്കെ. കൊള്ളാവോ? ഇഷ്ടപ്പെട്ടാ? ഞാൻ അങ്ങനെ പപ്പടവും കൂട്ടി കഴിക്കുന്നില്ല, പക്ഷെ ഇങ്ങനെ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. രസമല്ലേ? വെറൈറ്റിയാ. ഞാൻ എന്റെ പഴവും കൂട്ടി കഴിക്കാം, പക്ഷെ പഴം പഴുത്തില്ല. അതാ ഒരു വിഷമം. അവര് നമ്മളെ പറ്റിച്ചതാ. രാവിലെ ആകുമ്പം പഴുക്കും എന്ന് പറഞ്ഞു. ഇനിയിപ്പോ പോട്ട്, സാരമില്ല. ഇപ്പൊ കഴിച്ചിട്ട് കാണാം. നോക്കട്ടെ, എന്നാലും പഴുത്തോന്നു. ഇല്ല, പച്ചയായിരിക്കും. ഇപ്പൊ കഴിച്ചിട്ട് വരാം അല്ലേ? അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം കൊല്ലത്തിന്റെ ആശ്രാമം ഗ്രൗണ്ടിലാണ്. ഇവിടെയാണ് നമ്മുടെ കൊല്ലം പൂരം നടക്കാനായിട്ട് പോകുന്നത്. നാളെ വിഷുവാണ്, 15-ാം തീയതിയാണ് കൊല്ലം പൂരം. അതെ, അപ്പൊ കൊല്ലം പൂരത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഗ്രൗണ്ടില് ഫുള്ള് മൊത്തത്തില് ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് ആ ഒരു ഭാഗത്ത് ഇവിടെ എല്ലായിടത്തും നിങ്ങൾക്ക് ലൈറ്റിംഗ് ആണ്. ഇതൊക്കെ ഓരോരുത്തരും സ്പോൺസർ ചെയ്തതാണ്. അതെ, ഇത് കല്യാൺ സിൽക്സിന്റെ സ്പോൺസർഷിപ്പാണ്. അത് കണക്ക് ഇത് വേറെ സ്പോൺസർഷിപ്പാണ്. അങ്ങോട്ടൊക്കെ ദേവി ക്ലിനിക്ക്, കിങ്സ് സ്കൂള്, അങ്ങനെ ഒരുപാട് പേര് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് ആ ഭാഗത്ത് അവിടെ RP ഗ്രൂപ്പിന്റെ ഒരു സ്പോൺസർഷിപ്പ് ഉണ്ട്. അത് കണക്ക് തന്നെ നമ്മുടെ മെയിൻ ഏറ്റവും ഫ്രണ്ടിൽ അവിടെ കാണുന്ന ആ ഒരു സംഭവം കണ്ടോ, ആ ഗോപുരം കണക്കത്തെ, അത് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് സ്പോൺസർ ചെയ്തേക്കുന്നത് നമ്മുടെ ഭീമ ജ്വല്ലേഴ്സ് ആണ്. അത് സ്പോൺസർ ചെയ്തേക്കുന്നത്. അപ്പൊ ഈ പൂരം നടക്കുന്ന ഈ ഒരു ഗ്രൗണ്ട് നിങ്ങൾ കണ്ടോ, നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുന്നതെന്ന് എനിക്ക് അറിയില്ല. ഈ കെട്ടിയിട്ടിരിക്കുന്നുണ്ടോ, ഇതിന് ഈ ഒരു സൈഡിൽ ഇവിടെയും കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആ ഒരു ഭാഗത്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതെ, ആ ഒരു ഭാഗത്ത് കണ്ടോ, അവിടെ ഇത് കണക്ക് കെട്ടിയിട്ടേക്കുന്നുണ്ടോ, ഇങ്ങനെ ഹൈറ്റിൽ കെട്ടിയിട്ടുണ്ട്, പ്ലാറ്റ്ഫോം കണക്ക്. അപ്പൊ ഈ രണ്ട് ഭാഗങ്ങളിലായിട്ട് നിന്നാണ് പൂരവും കുടമാറ്റവും കാര്യങ്ങളും ഒക്കെ നടക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങൾ തലേന്നല്ല, നമ്മുടെ വിഷുവിന്റെ തലേന്നാണ് നമ്മൾ ഇതൊക്കെ വന്നെടുക്കുന്നത്. ഞങ്ങൾ ചുറ്റും ഇതെല്ലാം കണ്ടോ, ഒരുപാട് ലൈറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നാളെയാണ് വിഷു, അപ്പം മറ്റന്നാളാണ് കൊല്ലം പൂരം. ഇന്ന് നമ്മുടെ ആശ്രാമം അമ്പലത്തിലെ തിരുവാഭരണ ഘോഷയാത്ര നമ്മളിപ്പോ ആശ്രാമം മൈതാനത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അതെ, നമ്മൾ ഇപ്പൊ ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ നേരത്തെ നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കുമെങ്കിലും വന്ന് വീഡിയോ എടുക്കാന്ന്. സൗണ്ട് എത്രത്തോളം ക്ലിയർ ആവുന്നത്, ഞങ്ങളുടെ വിഷ്വൽ എത്ര ക്ലിയർ ആവുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. കാര്യം ഞങ്ങൾ തിരുവാഭരണ ഘോഷയാത്ര നടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഗ്രൗണ്ടിലെങ്ങും ആളില്ല. എല്ലാരും ഗ്രൗണ്ടിന് പുറത്ത് ഇപ്പം തിരുവാഭരണ ഘോഷയാത്ര എത്തി. ഒരുപാട് പ്ലോട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ എല്ലാരും അവിടെ കാണാനായിട്ട് നിൽക്കുക. അതെ,
റോഡ് നിറഞ്ഞു പോകുന്നില്ലേ നോക്ക് അല്ലേ, മൊത്തം നിറഞ്ഞു പോവുക 3 എണ്ണം, റോഡ് നിറഞ്ഞു പോവുക 3 പേരും കൂടെ. ദൈവമേ. ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. താങ്ക് യു.